കാസർഗോഡ് ഇരിയണ്ണിയിൽ മരത്തിന് മുകളിൽ നിന്നും പുലി വീട്ടമ്മയ്ക്ക് നേരെ ചാടി വീണ് ആക്രമിക്കുവാൻ ശ്രമിച്ചു. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. പുലിയുടെ ആക്രമണത്തിൽ നിന്നും അതിസാഹസികമായാണ് വീട്ടമ്മ രക്ഷപ്പെട്ടത്. പുലിയിറങ്ങിയ സാഹചര്യത്തിൽ വീടിന് പുറത്തിറങ്ങുവാൻ പോലും പ്രദേശവാസികൾ ഭയപ്പെടുകയാണ്. ഒരാഴ്ചക്കിടെ പലതവണ ഈ ഭാഗത്ത് പലരും പുലിയെ കണ്ടതായ വിവരവും പുറത്തു വന്നിട്ടുണ്ട്. വീട്ടിൽ വരുന്നവരെ സൽക്കരിക്കാൻ നല്ല അടിപൊളി ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കിയാലോ? അൽ റുബയുടെ ഫ്രൈഡ് ചിക്കൻ മസാലയും പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് യോജിപ്പിച്ചാൽ മാത്രം മതി. സംഗതി വെരി സിമ്പിൾ. ഇനി എന്തിനാ വെയിറ്റിംഗ്? ഇന്ന് തന്നെ വാങ്ങൂ അൽ റുബ ഫ്രൈഡ് ചിക്കൻ മസാല. മുളിയാർ റിസർവ് വനത്തിന് സമീപത്തെ ഇരിയണ്ണിയിൽ മരത്തിന് മുകളിൽ നിന്നും ചാടി വീണ പുലി വിട്ടമ്മയെ ആക്രമിക്കുവാൻ ശ്രമിച്ചു. ഇരിയണ്ണി ബേപ്പിലെ കനകയെയാണ് പുലി ആക്രമിക്കുവാൻ ശ്രമിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. ഇരിയണ്ണി ടൗണിന് സമീപത്തെ ആയുർവേദ ആശുപത്രി, LP സ്കൂൾ എന്നീ സ്ഥാപനങ്ങൾക്കടുത്താണ് രാവിലെ കനക പുലിയെ കണ്ടത്. ഒച്ച വെച്ചതോടെ പുലി മറ്റൊരു ഭാഗത്തേക്ക് ഓടി മറയുകയും ഇവർ പെട്ടെന്ന് വീട്ടിലേക്ക് തന്നെ മടങ്ങുകയുമായിരുന്നു. സാഹസികമായി പുലിയുടെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെട്ട കനകയിൽ നിന്നും പുലി മുന്നിലേക്ക് ചാടി വീണതിൻ്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഞാൻ ഹോട്ടലിൽ തൊഴിലാളി. അപ്പോൾ രാവിലെ ഞാൻ 7:20 വീട്ടിൽ നിന്ന് വരുന്നത്. 7:30 ഞാൻ ഫോറസ്റ്റിലേക്ക് എത്തി. അപ്പോഴേക്ക് പുലി മുകളിൽ നിന്ന് വീണിട്ട് തുള്ളി എൻ്റെ മുമ്പിലേക്ക് തുള്ളി. ഞാൻ പേടിച്ച് കരഞ്ഞു. വീട് വിളിച്ചു, ആരും കേൾക്കാനില്ല. അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് പീടിയേക്ക് വന്നു. പീടിയെന്ന് ആളെല്ലാം വന്നു നോക്കുമ്പോൾ പുലി ഓടിപ്പോയെന്ന് ഞാൻ കണ്ടു. കുറ്റിയടുക്കം ഭാഗത്തേക്ക് പുലി പോയിട്ടുണ്ടാകുമെന്നാണ് സംശയിക്കുന്നത്. സംഭവത്തിൽ 120ഓളം കുട്ടികൾ പഠിക്കുന്ന ഇരിയണ്ണി LP സ്കൂളിലെ രക്ഷിതാക്കൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂളിലേക്ക് നടന്നുവരുന്ന കുട്ടികളെ സ്കൂളിൽ എത്തിക്കുവാനും തിരിച്ചു കൊണ്ടുപോകുവാനും രക്ഷിതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വനം വകുപ്പ് റേഞ്ച് ഓഫീസർ വിനോദിൻ്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ പലതവണ ഈ ഭാഗത്ത് പുലിയെ കണ്ടതായി സമീപവാസികൾ വെളിപ്പെടുത്തി. ദിനംപ്രതി വളർത്തുമൃഗങ്ങളെയടക്കം പുലി ആക്രമിക്കുന്ന സ്ഥിതിയുണ്ടെന്നും സ്കൂളിൽ NSS ക്യാമ്പ് നടക്കുമ്പോൾ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യം പോലും ഉണ്ടായിരുന്നതായും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ വനം വകുപ്പ് അധികൃതർ ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്ന് കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് അംഗം BK നാരായണൻ KCN ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ച ഹൈസ്കൂളിൽ NSS ക്യാമ്പ് നടക്കുക. ആ ക്യാമ്പിൻ്റെ ദിവസം രാവിലെ ഉച്ചക്ക് 12 മണിക്ക് ഉച്ചക്ക് പിന്നെ കുട്ടികൾ 2 ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡിൽ പോയപ്പോൾ അവന് മുമ്പ് നിന്നാണ് 2 പുലി ഓടിപ്പോയത്. അന്ന് തന്നെ ഫോറസ്റ്റ് അധികാരിയുടെ ശ്രദ്ധയിൽ അത് പെടുത്തുകയാണ്. അത് സ്കൂൾ ഗ്രൗണ്ടിനകത്താണ്. ചെറിയ കുറ്റിക്കാടുകൾ പുല്ലിൻ്റെ താമസിക്കുന്ന 2 കുട്ടികളാണ്. ആ 2 കുട്ടികളാണ് കണ്ടത്. 2 പുലി തുള്ളി പോകുന്നതാണ്. ഇത് പലപ്പോഴും ഫോറസ്റ്റ് അധികാരിയെ ശ്രദ്ധപ്പെടുത്തിയെങ്കിലും അവർ ഫലപ്രദമായ നടപടി സ്വീകരിച്ചുവെന്ന് പൂർണ്ണമായി പറയാൻ വേണ്ടി കഴിയില്ല. കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കണിഞ്ഞിട്ടാകുന്ന സത്യം തന്നെയാണ്. എന്നാൽ അടിയന്തരമായിട്ടും ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങളാകെ ഭയത്തിലാണ്. പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പലയിടത്തും സുരക്ഷാ വേലികളില്ലാത്തതും വനത്തിന് നടുവിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത് എന്നതും ജനങ്ങളുടെ ജീവന് ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. പുലി ഭീഷണി ഇല്ലാതാക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനുള്ള ഒരുക്കത്തിലാണ് പ്രദേശവാസികൾ. ആനശല്യത്തിന് പുറമെ പുലി കൂടി ഇറങ്ങിയത് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതെന്നും വിഷയത്തിൽ അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭ സമരം സംഘടിപ്പിക്കുമെന്നും പൊതുപ്രവർത്തകൻ K പ്രഭാകരൻ KCN ന്യൂസിനോട് പറഞ്ഞു. ഈ പ്രദേശങ്ങളിൽ നേരത്തെ ആന വന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി ഒക്കെ ജനങ്ങളാകെ വീതിയിൽ ആയി ആന ഇപ്പോൾ തൽക്കാലം ആന പോയി എന്ന് ആശ്വസിക്കുമ്പോഴാണ് ഈ പുലിയുടെ സാന്നിധ്യമായി നമ്മൾ വലിയ ഒരു രീതിയിലുള്ള സ്കൂൾ കുട്ടികളെല്ലാം തന്നെ ഇപ്പോൾ എല്ലാം തന്നെ സ്കൂളിലേക്ക് തന്നെ വരാൻ മടിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വലിയ ഒരു അടിയന്തരമായിട്ട് ഇതിന് നടപടി എടുത്തില്ലെങ്കിൽ തീർച്ചയായും ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. നേരത്തെ പുലിയുടെ സാന്നിധ്യം നാട്ടുകാർ വനം വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പിന്നീട് പുലിയെ ചത്ത നിലയിൽ കണ്ടപ്പോൾ മാത്രമാണ് നാട്ടുകാരുടെ വാദം മുഖവിലയ്ക്കെടുത്തതെന്നും ഇപ്പോൾ പുലിയിറങ്ങിയ സാഹചര്യത്തിൽ അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും മുളിയാർ പഞ്ചായത്ത് അംഗം C നാരായണിക്കുട്ടി KCN ന്യൂസിനോട് പറഞ്ഞു. 2 വർഷം മുമ്പെയൊക്കെ ഇങ്ങനെ പുലിനെ നമ്മ റോഡിനഡം പായുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കത്തപ്പുലി പറഞ്ഞിട്ട് അതിനത്ര ഇത് കൊടുത്തിട്ടില്ല. പിന്നീട് ആണ് ഇത് പുലി ചത്തതിൻ്റെ ശേഷമാണ് പുലിയെന്ന് ഫോറസ്റ്റ് അധികാരികൾ സമ്മതിച്ചത്.
അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ നമ്മൾ ഇരിയണ്ണി പ്രദേശത്ത് തന്നെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന കുറേ കാലം ആയി. ഇപ്പോൾ സ്കൂളിൽ വരുന്ന കുട്ടികൾ നടന്നിട്ടാണ് 5-6 കിലോമീറ്റർ നടന്നിട്ടാണ് യാത്ര ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഭയങ്കര ഭീതിയിലാണ് നാട്ടിലെ ജനങ്ങളെല്ലാം. അപ്പോൾ ഫോറസ്റ്റ് അധികാരികൾ വേണ്ട രീതിയിൽ ഇതിന് നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. ഇതിനു മുൻപും ഇരിയണ്ണിയിലും തൊട്ടടുത്ത പ്രദേശമായ കാനത്തൂർ ബീട്ടിയടുക്കം ഭാഗങ്ങളിലും പുലിയെ കണ്ടതായി പ്രദേശവാസികളും വാഹനയാത്രക്കാരും വെളിപ്പെടുത്തിയിരുന്നു. ഈ ഭാഗങ്ങളിൽ പുലിയുള്ള കാര്യം വനം വകുപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരം ഇരുട്ടുന്ന സമയത്താണ് ഇതിനു മുൻപ് പുലിയെ പലയിടത്തും കണ്ടിരുന്നത്. പകൽ വെളിച്ചത്തിൽ പുലിയെ കാണുന്നത് ഇപ്പോൾ ഇതാദ്യമായാണ്. ഇതോടെ ഇരിയണ്ണി പ്രദേശത്തെ ജനങ്ങളെല്ലാം പരിഭ്രാന്തിയിലായിട്ടുണ്ട്. പുലിയെ കണ്ടതായി പറയുന്ന സ്ഥലത്തിന് സമീപം കൂടും ക്യാമറകളും സ്ഥാപിക്കുവാനുള്ള നീക്കത്തിലാണ് വനം വകുപ്പ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.